അക്കിലീസിന്റെ മരണശേഷം ഗ്രീക്കുകാർക്ക് ഒരു പ്രവചനം ലഭിച്ചു. ഹെർക്കുലീസിന്റെ വില്ലും അമ്പുകളും ഇല്ലാതെ ട്രോയ് നഗരം വീഴ്ത്താനായിട്ട് കഴിയില്ല. ആ ദിവ്യായുധങ്ങൾ പക്ഷെ കൈവശമുണ്ടായിരുന്നത് ഹിലോക്ടീറ്റസ് എന്ന് പറഞ്ഞ ഒരു ഗ്രീക്ക് വീരന്റെ കൈവശമായിരുന്നു. ഇദ്ദേഹത്തെ മുമ്പ് പാമ്പ് കടിച്ചിട്ട് കാലിൽ വ്രണമുണ്ടായതുകൊണ്ട് ഗ്രീക്കുകാര് ഒരു ദ്വീപിൽ ഉപേക്ഷിച്ചിങ്ങു പോകുന്നതാണ്. എന്നാൽ പ്രവചനം കേട്ടതോടെ ഒഡീസിയസും സംഘവും പോയിട്ട് ഇദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്നു. അങ്ങനെ തിരിച്ചെത്തിയ ഈ ഹിലോക്ടീറ്റസ് പാരീസിന് നേർക്ക് തൊടുത്തുവിട്ട അമ്പുകള് സാധാരണ അമ്പുകളായിരുന്നില്ല. ഹൈഡ്ര എന്ന ഭീകര സർപ്പത്തിന്റെ കൊടും വിഷം പുരട്ടിയ അമ്പുകളായിരുന്നു അത്. ആ വിഷം ശരീരത്തിൽ പടർന്നിട്ട് മരണവേദനയിൽ പുളയുമ്പോൾ പാരീസ് ഓർത്തത് തന്റെ സുന്ദരിയായ ഭാര്യ ഹെലനെ ആയിരുന്നില്ല, മറിച്ച് ഹെലനെ കാണുന്നതിന് മുമ്പ് താൻ പ്രണയിച്ച് വിവാഹം കഴിച്ച പിന്നീട് താൻ ഉപേക്ഷിച്ചു പോയ ഈനോൺ എന്ന ആദ്യത്തെ ഭാര്യയാണ്. ഏത് കൊടും വിഷത്തെയും മാറ്റാൻ കഴിവുള്ള ഔഷധങ്ങൾ അവളുടെ കൈവശമുണ്ടെന്ന് പാരീസിന് അറിയാമായിരുന്നു. മുറിവേറ്റ പാരീസിനെ വൃത്തിമാരി ചുമന്നുകൊണ്ട് ഈനോണിന്റെ അടുക്കിൽ എത്തിച്ചു. എന്നാല് നീ ആർക്ക് വേണ്ടിയാണോ എന്നെ ഉപേക്ഷിച്ചത് ആ ഹെലൻ തന്നെ നിന്നെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ പാരീസിനെ തിരികെ അയച്ചു. അങ്ങനെ നിരാശനായ പാരീസ് അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് പോരുന്ന വഴിയിൽ ട്രോയിൽ എത്തിച്ചേരുന്നതിന് മുമ്പ് തന്നെ വേദന കൊണ്ട് ഉളഞ്ഞ് മരിച്ചു. പാരീസ് പോയി കഴിഞ്ഞപ്പോഴേക്കും ഈനോണിന് കുറ്റബോധം തോന്നി. മരുന്നുകളുമായിട്ട് അവൾ ഓടി ട്രോയിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും പാരീസ് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. പാരീസിന്റെ ചിതയിൽ തീ എരിയുന്നത് കണ്ട അവള് സങ്കടം സഹിക്കവയ്യാതെ ആ ചിതയിലേക്ക് എടുത്തു ചാടി പാരീസിനൊപ്പം മരണം കൈവരിച്ചു.